പക്ഷേ അത്യാവശ്യം നല്ല ഫങ്ഷനാണ് കേട്ടോ. ചുമ്മാ ഉടായ്പ പരിപാടിയൊന്നുമില്ല, കറക്റ്റ്. പക്ഷെ അവിടെ നിന്നൊക്കെ മാറി ഇപ്പം ആൾക്കാർ ട്രയംഫിലോട്ടൊക്കെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു വലിയ മാറ്റമാണത്. ഹേ ഗൈസ്, എഗെയിൻ കേൾവണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം കേരളത്തിലാണ്. ഓക്കെ, നമ്മളന്നേരം ഓൾറെഡി നിങ്ങൾ കണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ട്രയംഫ് കൊല്ലത്തിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നമ്മുടെ സ്പീഡ് 400X ബുക്ക് എടുത്തുകൊണ്ട് ടെസ്റ്റ് ഡ്രൈവിന് ഇറങ്ങിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ കൊല്ലം ആസാമത്തുണ്ട്. വണ്ടി ഇവിടെ എൻ്റെ പുറകിലുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു വിശേഷങ്ങളായിരിക്കും, ഇതിൻ്റെ ഒരു റൈഡിങ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ലോങ് റൈഡ് എക്സ്പീരിയൻസ് അല്ല, ജസ്റ്റ് ഒരു കുറച്ച് മണിക്കൂറുകൾ അവരെനിക്ക് വേണ്ടി തന്നിട്ടുണ്ട് വണ്ടി. അപ്പോൾ നമ്മളങ്ങനെ പയ്യെ കൊല്ലം സിറ്റിയൊക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഒരു റിവ്യൂ കൂടെ ചെയ്യണമല്ലോ അല്ലേ, റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതിനെ ഓട്ടിച്ചിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്, ഓക്കെ, അതായിരിക്കും ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നേരെ ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, സീറ്റായിട്ട് കൊള്ളാലോ. ആഹാ, ആ എൻജിൻ നോട്ട് തന്നെ ഒരു രസമുണ്ട്. ഫസ്റ്റ് തിങ് എഗെയിൻ റിഫൈൻമെൻറ്റ്. കൊള്ളാം. ആ സൈലൻസറിൽ നിന്ന് വരുന്ന ഒരു തമ്പുള്ള ഒരു സൗണ്ടും കേട്ട് വണ്ടി ഇങ്ങനെ ഒട്ടിക്ക് എന്നാ സുഖം. ആവേശം കണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ പറയാം, ആ മോനെ എന്നാ സാധനം ഇത്, അതേ കണക്കത്തൊരു ഐറ്റം കേട്ടോ. പക്ഷെ നമ്മൾ ഒരു 400cc ഒരു ഇതൊന്നും കാണുന്നില്ല സത്യം പറഞ്ഞാൽ. വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു വണ്ടിയാണത്. ബ്ലിപ്പ് ചെയ്യാനൊക്കെ എന്നാ സുഖമാണ്. സാധാരണ നമ്മൾ ഇത്തിരി ഓടുമ്പോഴാണ് സാറിന് നമുക്ക് ഇതിൻ്റെ ഒരു എൻജിൻ ഇത്ര റിഫൈൻമെൻറ്റ് എനിക്ക് തോന്നുന്നത് സാധാരണ വണ്ടികളിൽ. പക്ഷെ ഇത് ഓൾറെഡി അത്രയും റിഫൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്തിന് എന്ത് റിഫൈൻമെൻറ്റ് വരാനാണ്. ബ്രേക്കിംഗ് അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. പിന്നെ അതേപോലെ നമ്മൾ ഈ വണ്ടിയുടെ മുകളിൽ കയറിയിരുന്ന് ഓട്ടിക്കുന്നതിൻ്റെ ഒരു ഫീലിംഗ് കൂടെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഞാനിപ്പം ബാംഗ്ലൂരല്ല, നിങ്ങൾ സ്ഥലം അന്വേഷിക്കേണ്ട. ഇതിപ്പം നമ്മുടെ സ്ഥലമായ കൊല്ലത്താണ്. ഓക്കെ, ഞാൻ ഇപ്പം ഒരാഴ്ചയ്ക്ക് വേണ്ടി ലീവിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു നമ്മുടെ ട്രയംഫ് കൊല്ലത്തുള്ളായിരുന്നത്. കാരണം ബാക്കി എവിടെ എല്ലായിടെ വെച്ച് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ സ്ഥിരം വന്ന ഒരാൾ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൂളായിട്ട് ബൈക്കുകളൊക്കെ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി തരികയാണ്. അവരെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അവർക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളാണെങ്കിൽ അന്നേരം തന്നെ നോക്കി എന്താണ് ഏതാണ് എവിടെയാണ് എല്ലാം ഒരു പോയിന്റ് പോലും വിടാതെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരാറുണ്ട്. അപ്പം ബുക്കിങ്ങിനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നമ്പറും കോൺടാക്റ്റും ഡീറ്റെയിൽസ് സകലമായ കാര്യങ്ങൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇതിൻ്റെ ഹോണ്ട ഉപയോഗിച്ചിട്ട് ഈ ഇൻഡിക്കേറ്ററിൻ്റെയും ഹോണിൻ്റെയും കൂടെ പൊസിഷൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തമ്പ് മാറിപ്പോവും. ഈ ഹോണ്ടയിലോട്ടൊന്ന് ഇടയ്ക്കെങ്ങാണ്ട് ഒന്ന് പോയിട്ട് തിരിച്ചു വരുന്നവരുടെ ഒരു മെയിൻ പ്രശ്നം അതാണ്. ഈ എവിടാണ് ഇൻഡിക്കേറ്റർ ഹോൺ എന്നുള്ളത് ആ ഒരു കൺഫ്യൂഷനാണ്. ഇവിടെ മൊത്തം പണി നടക്കുമല്ലോ. ശേ, സബ്ജക്റ്റിലേക്ക് വിട്ടുപോകും.
നമുക്ക് നല്ല അടിപൊളിയായിട്ട് ബൈപ്പാസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഓപ്പണായിട്ട് ഇട്ട് വരുന്ന കൈ എടുത്ത് നോക്കായിരുന്നു. എൻജിൻ ബ്രേക്കിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു രസം കൈപിടുത്തപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ആ വിൻ വൈസറും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു വിൻ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് നല്ല അടിപൊളിയായിട്ട് വിൻ ബ്ലാസ്റ്റ് അടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ശീലമില്ലാത്തൊരു കാര്യമാണ് ഈ വിൻ ബ്ലാസ്റ്റ് എന്നുള്ളത്. ഈ നമ്മുടെ ഹിമാലയൻ ഒട്ടിച്ച് ആ ഒരു വിൻഡിന് അതൊന്നും തട്ടാതെ പോകുന്ന ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ട്രൈ നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിൻ വൈസറും കൂടെ വെക്കുന്ന, വിൻഷീൽഡും കൂടെ വെക്കുന്നതായിരിക്കും നല്ലത്. ഓൺഗോയിങ് ട്രാഫിക്കാണ്, അതുകൊണ്ട് നമ്മൾ മര്യാദ കിടന്നും കാണിക്കുന്നതിന് നല്ല കുട്ടിയായിട്ട് പോവുകയാണ് വയ്യ. റൈഡിങ് പൊസിഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കങ്ങ് സ്പോട്ടി അല്ല, പക്ഷെ എന്നാലും മുന്നോട്ടൊരു ചെറിയ ചായവുണ്ട്. ഓക്കെ, സിംഗിൾ സീറ്റാണ്, അതുകൊണ്ട് പിന്നെ നമുക്ക് ഒന്നും കൂടെ ഇത്തിരി സ്പോട്ട്നെസ് വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ ചെറിയ ബാക്കിലോട്ട് ഇരുന്നത്. പക്ഷേ കാലിൻ്റെ പൊസിഷൻ അത്രയ്ക്ക് ബാക്കിലോട്ട് മടങ്ങുന്നില്ല. എന്നാലും ഒരു ചെറുതായിട്ട് ഒരു പൊടിക്ക് നമ്മളൊരു ഇതെന്താ പറയുക, നമ്മുടെ നോർമൽ റോഡിൽ കൂടി ഇങ്ങനെ പയ്യെ ക്രൂസ് ചെയ്ത് പോകാനുള്ളൊരു വണ്ടിയാണ്. അപ്പം അതിൻ്റെ രീതിയിലുണ്ട്. കൊള്ളാം, നല്ല ബൈറ്റ്. നമ്മൾ ക്ലസ്റ്റർ ആദ്യമേ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് ഇതിനകത്ത് RPM മീറ്റർ ഒന്നും ഇല്ലെന്നാണ്. പക്ഷേ RPM എല്ലാം കാണിക്കുന്നുണ്ട് ആ ഡിജിറ്റൽ മീറ്ററിനകത്ത്. അപ്പം ക്ലസ്റ്റർ അത്യാവശ്യം ഇൻഫോർമേറ്റീവാണ്, ഞാൻ വിചാരിച്ച പോലെ കേട്ടോ. ഞാൻ ആദ്യത്തെ ഒരു നോട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് RPM മീറ്റർ ഒന്നും ഇല്ല, RPM ഒന്നും കാണിക്കുന്നില്ല എന്നാണ്. പക്ഷേ ആ ഒരു ചെറിയ LCD സ്ക്രീനകത്ത്, ചെറുതല്ല അത്യാവശ്യം വലുതാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് RPM എത്രയാണ് കയറുന്നതെന്നുള്ളത്. ഇങ്ങോട്ട് എന്താണിത്? അവിടുന്ന് അങ്ങോട്ട് വളരാനായിരുന്നു. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതാണ്, ഹോൺ ഇച്ചിരി കൂടെ സൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം. ഇതൊരു ചെറിയ വണ്ടിയുടെ അതേ രീതിയിലാണ്. ആ സൈഡിൽ കൂടെ പോയ സാധനം കണ്ടോ, ഇങ്ങനെയുള്ള കുറേ വായുനോക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ റൈഡേഴ്സിൻ്റെ കാര്യം പോക്കാം കേട്ടോ. ഉള്ള ഞാൻ പറയാമല്ലോ, ഹെൽമെറ്റും വെക്കില്ല, ഒരു മര്യാദ ഇല്ലാതുള്ള വണ്ടി ഓട്ടിച്ച്. അത്യാവശ്യം നല്ല റോഡ് വരുന്നുണ്ട്. നമുക്ക് കൈ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് പവറും കൂടെ നോക്കാമായിരുന്നു. ഒരു 80 വരെയൊക്കെ കൂളായിട്ട് നമുക്ക് വലിയ വിൻഡ് ബ്ലാസ്റ്റിലൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ 80 കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വിൻഡ് അടിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. എവിടെ നിന്നൊക്കെയാണ് റോഡ് വളയുന്നതെന്നുള്ള ഒരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ എൻ്റെ സ്വന്തം റിസ്കിലാണ്. നിങ്ങളത് ആരും കണ്ടിട്ട് അനുകരിക്കരുത്. ഞാനിത് എൻ്റെ ഇഷ്ടപ്രകാരം, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പയ്യെ വണ്ടിയുടെ പവറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. സീറ്റിംഗ് പൊസിഷൻ അങ്ങോട്ട് ഒരു കറക്റ്റ് ആവുന്നില്ല, എനിക്കെന്തോ. മേ ബി എൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കൈ ഒരു ചെറിയ പെരുപ്പുണ്ട്, റൈറ്റ് ഹാൻഡ്. ലെഫ്റ്റ് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. എന്തിനാ ചേട്ടാ ഹോൺ അടിക്കുന്നത്? ഒരു കാര്യമില്ലാതെ പോവാണ്. എന്നാലും ചുമ്മാ ഇരിക്കട്ടെ ഒരു ഹോൺ, അത്ര തന്നെ. ഓക്കെ, അത് കൊള്ളാമായിരുന്നു. പവർ കൊടുത്തപ്പോൾ ഒരു 110 വരെയൊക്കെ നമ്മൾ കയറ്റിയായിരുന്നു. ഓക്കെ, കൊള്ളാം.
പക്ഷേ സേഫറായിട്ട് ഓടിക്കുന്നതാണ് എപ്പോഴും നല്ല നമ്മുടെ രീതി അല്ലേ. നമ്മൾ ആ രീതിക്ക് തന്നെ പോകുമ്പോൾ വിൻഡ് ഒരു രക്ഷയില്ല കേട്ടോ. ചില സമയത്ത് വിൻഡ് ഇങ്ങനെ അടിച്ച് കയറുകയാണ്. മിക്കവാറും നിങ്ങൾക്ക് വിൻഡ് നോയ്സ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും എന്താ ഞാൻ പറയുന്നതെന്നുള്ളത്. വണ്ടി നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. ചുമ്മാ ഇങ്ങനെ വളച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിക്കോളും, കുഴപ്പമില്ല. എടുത്തുകൊണ്ട് പോകാനാണെന്നാണ്, പക്ഷെ നല്ല സ്റ്റെബിലിറ്റിയും കാണുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് മിറേഴ്സ് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നത് ബാറൻ മിറേഴ്സാണ്. പക്ഷേ അത്യാവശ്യം നല്ല ഫങ്ഷനാണ് കേട്ടോ. ചുമ്മാ ഉടായ്പ പരിപാടിയൊന്നുമില്ല, കറക്റ്റ് അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാണുന്നുണ്ട്. എൻ്റെയൊക്കെ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മിറർ ഉണ്ടായിട്ടും വളരെ ശോകാവസ്ഥ കേട്ടോ. പക്ഷേ ഇത് കണക്കല്ല, നല്ല റൗണ്ട് ആ ഒരു ക്ലാസിക് ഫീൽ പിടിച്ചുകൊണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരുന്നുണ്ട് എനിക്ക് ബാക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സൈഡ് ആ ഒരു സസ്പെൻഷൻ്റെ ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ, അത് കുറച്ച് മുന്നേ ഞാൻ തീർത്തു കേട്ടോ. നല്ല അടിപൊളി ഒരു ഹോളുണ്ടായിരുന്നു റോഡിൻ്റെ നടുക്ക്. നമ്മുടെ കേരളമല്ലേ, ബാംഗ്ലൂർ കണക്കല്ലല്ലോ. ഫ്രണ്ട് കൂളായിട്ട് ചാടിപ്പോയി, പക്ഷേ ബാക്ക് വന്ന് ഇടിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി സംഭവം ഒരു മീഡിയം ടു ഹാർഡ് സെറ്റിങ്സിനകത്താണ്. അതുകൊണ്ടാണ് നമുക്ക് ചെറിയ ഹോളുകളൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയത്. പക്ഷേ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ വിവരം അറിയും. ഓക്കെ, അപ്പം കോർണർ എടുക്കുന്നതിന് കുറച്ചും കൂടെ കോൺഫിഡൻസ് തോന്നുന്നതിൻ്റെ മെയിൻ റീസൺ അതായിരുന്നു. ഇത് മെയിൻലി ഒരു സ്ട്രീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. ഓക്കെ, അപ്പം നമുക്ക് അതിനകത്ത് കിട്ടേണ്ട കാര്യം തന്നെയാണ് അതിനകത്ത് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ADV ഒന്നുമല്ലല്ലോ, പക്ഷേ സ്ക്രാംബ്ലറിനെ നമുക്ക് ഓട്ടിച്ചിട്ടെന്ന് അറിയാൻ പറ്റും. നമ്മളിനി അടുത്തതായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന വണ്ടി സ്ക്രാംബ്ലർ ആയിരിക്കും. അപ്പം അത് ഓട്ടിക്കുമ്പോഴത്തേക്ക് അറിയാം. ആ ഒരു കണ്ടോ, ആ ഒരു ചെറിയ വഴിയുണ്ട്, ചെറുതല്ല, ചെറിയ വലുതായിരുന്നു. അതിനകത്ത് വീണപ്പോഴത്തേക്ക് ഞാൻ അറിഞ്ഞു. പക്ഷെ അല്ലാതുള്ള റോഡിലേക്കുള്ള ചെറിയ ഒരു എന്താ പറയുക വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും ഞാൻ വലുതായിട്ട് അറിയുന്നില്ല. അത് എനിക്കൊന്നും സീറ്റിൻ്റെയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് സ്പോഞ്ചി ആയിട്ടുള്ളൊരു സീറ്റാണ്, പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഓവറായിട്ട് സ്പോഞ്ചി ആയിട്ടും തന്നിട്ടില്ല അവർ. ഞാൻ ഈ വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കാൻ പോകുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി മൾട്ടിപ്പിൾ ആൾക്കാർ ഇതിനുള്ള എൻക്വയറി ആയിട്ട് വരുന്നുണ്ടായിരുന്നു. സ്പീഡ് 400ൻ്റെയും നമ്മുടെ സ്ക്രാംബ്ലറിൻ്റെയും. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഇത്രയും ആൾക്കാർ ഇതിനുവേണ്ടി എൻക്വയറി ചെയ്യുന്നുണ്ടോ. അവിടെ നിൽക്കുന്നുകൊണ്ടിരുമ്പോൾ തന്നെ നമ്മുടെ റോയൽ എൻഫീൽഡ് ഷോറൂമിനകത്ത് കാണുന്ന ആ ഒരു രീതിയായിരുന്നു. ആൾക്കാർ വരുന്നു, എൻക്വയറി നടത്തുന്നു, വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. കണ്ടെന്ന് ഞാനിപ്പോൾ ഒരു ആളിനെ കാണിക്കാം, നമ്മുടെ ഒരു കസ്റ്റമറായിരുന്നു അവിടുത്തെ. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അന്നേരം അവർ ഓക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. അവർ വന്ന് ഡെലിവറി എടുത്തിട്ട് പോകണം. പുള്ളിയുടെ ഫസ്റ്റ് ബൈക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട്. ഒരു അടിപൊളി റൈഡറായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുള്ളിയുടെ പേര് ഞാൻ ചോദിച്ചില്ല, മറന്നുപോയി. ഓക്കെ, അപ്പം പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും എല്ലാവരുടെയും ഒരു ഫസ്റ്റ് ബൈക്ക് എന്നുള്ളൊരു ഡ്രീം ഫസ്റ്റ് ബൈക്ക് എന്ന് പറയുന്നത് നമ്മൾ സത്യത്തിൽ റോയൽ എൻഫീൽഡ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ സാധനമൊക്കെ ഇവിടുന്ന് പോയി. അത് സാറിന് പണ്ടുണ്ടായിരുന്ന ഒരു ബുള്ളറ്റിനകത്തോട്ടൊക്കെ ആയിരുന്നു പലരുടെയും നോട്ടം വരുന്നത്. ആ കാലത്തൊക്കെ ചെത്തി നടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ബുള്ളറ്റിനകത്തോ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പൾസർ 220 ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം തൊട്ട്. ഞാൻ പറയുന്നത് ഒരു 2008 2010 ഒരു 8-10 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം അതാണേ. പക്ഷെ അവിടെ നിന്നൊക്കെ മാറി ഇപ്പം ആൾക്കാർ ട്രയംഫിലോട്ടൊക്കെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു വലിയ മാറ്റമാണത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ബൈക്കുകൾ തന്നെയാണ് കേട്ടോ. അവരുടെ ഈ 400cc എൻജിൻ. നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് കൊണ്ട് കേട്ട് നോക്കാം അല്ലേ. അപ്പോൾ നല്ല അടിപൊളി ഗ്രണ്ടുള്ളൊരു സൗണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചസിലൂടെ വരുമ്പോഴത്തേക്ക് വളരെ ബേസിക്കാണ്. നമുക്ക് ഇവിടെ ഒരു ഐ ബട്ടൺ വരുന്നുണ്ട് നമ്മുടെ ഈ മെനുവിൽ നാവിഗേറ്റ് ചെയ്യാനായിട്ട്. അതിനൊക്കെ തന്നെ ഇവിടെ ഹൈ ബീം, ലോ ബീം,
പിന്നെ പാസ് സ്വിച്ചും കൂടെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്വിച്ച് നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ കാണാത്തൊരു കാര്യമാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ DRLും ലോ ബീമുമായിട്ട് സ്വിച്ച് ചെയ്യാനുള്ളതാണ്. അതായത് ഇപ്പോൾ രാവിലെ നമുക്ക് ലോ ബീം വേണ്ടല്ലോ, അപ്പം DRL മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇതിട്ടിരുന്നാൽ മതി. അപ്പം DRL മാത്രമായിട്ട് വർക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ, ഹോണ്, ഇഗ്നിഷൻ കില്ല്, ഹസാർഡ്, സ്റ്റാർട്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ടൊരു സ്വിച്ചിങ് സെറ്റപ്പാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ സ്പീഡ് 400ൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. സിറ്റിയിലേക്കും ഹൈവേയിലേക്കും നോക്കുന്നവർക്ക് നല്ല അടിപൊളി ഒരു ചോയ്സാണ്. എന്താ പറയുക, എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഹണ്ടറിനെ പിടിക്കാനുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പം എനിക്ക് വണ്ടി ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മളിനി നാളെ വന്നിട്ട് നമ്മുടെ സ്ക്രാംബ്ലർ 400 ആയിരിക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത ആഴ്ച നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ അതിൻ്റെ ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പം അതുവരേക്കും ദിസ് ഇസ് KL Mandi സൈനിങ് ഓഫ്. ബൈ.